ബി എന്താ സ്കൂളൊക്കെ വിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞു ഇരിക്കുകയാണ്. എന്താ അന്നത്തെ വീഡിയോ എന്ന് മനസ്സിലായാ? ഇല്ല. ഒരുപാട് പേരുടെ ഇതാണ് എന്താ സംശയമാണ് കേട്ടോ നമ്മളിന്ന് തീർത്തു കൊടുക്കാൻ പോണത്. നമ്മൾ ചാനൽ തുടങ്ങിയത് നീ വെക്കേഷൻ ടൈമിലല്ലേ, 2ാം ക്ലാസ്സിലോ? ഒരു വർഷം മുന്നേ ഒരു തമാശയ്ക്ക് തുടങ്ങിയ ചാനൽ അല്ലേ, ഒരു എൻ്റർടൈൻമെൻറ്റിന് തുടങ്ങിയ ചാനലായിരുന്നു. നീ തന്നെയാണ് ഒക്കെ കൈകാര്യം ചെയ്തിരുന്നത് ആദ്യം. മീൻസ് വീഡിയോ എടുക്കൽ ഒക്കെ, എഡിറ്റ് ചെയ്യലൊക്കെ അത് ഞാനാണ്. ഇപ്പോഴാണ് ഞാനിതിൽ ഇറങ്ങാൻ തിരിഞ്ഞത്, മുഖം കാണിക്കാതെ. അപ്പോൾ അതെ, അപ്പോൾ എൻ്റെ ശബ്ദത്തിലൂടെയാണ് കുറച്ച് പേര് തിരിച്ചറിയണത്. ആരും തിരിച്ചറിയണമെന്നില്ല, അത് വേറെ കാര്യം. എന്നാലും കുറച്ച് പേരൊക്കെ കാണണ്ടല്ലോ നമ്മുടെ വീഡിയോ. അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടുന്ന ഒരു ചാനലാണ് ഷോർട്സിന്. അപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ തുടങ്ങിയത് 2024 കേട്ടോ, അല്ല സോറി 2023. 3 തുടങ്ങിയതേ. 3 തുടങ്ങിയത് 2 വർഷമൊക്കെ ആവണു. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ ഗൈസ്. പണ്ടൊക്കെ നമ്മൾ ഹായ് വേദുവോ, പണ്ടൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ എന്തോന്നും അറിയില്ല, എന്താണ് യൂട്യൂബ് ഒന്നും അറിയില്ല കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഇപ്പോൾ 1 ലക്ഷത്തിന് മേലേക്ക് ആയത് ഇപ്പം അടുത്തൊക്കെയാണ് കേട്ടോ. ഇപ്പോഴത്തല്ല, കഴിഞ്ഞ ആളൊക്കെയാണ്. വേദുട്ടൻ ചെറിയ കുട്ടിയാണ്, ബേബി ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഒരു വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ചോദ്യം എന്താ വെച്ചാൽ, അപ്പോൾ നമുക്കിപ്പോൾ 12,000 സബ്സ്ക്രൈബേഴ്സായി ഇന്നലെ രാത്രി. സബ്സ്ക്രൈബേഴ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് കൂടുന്നുണ്ട്. ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് നമ്മുടെ സ്വന്തം ഹാർഡ് വർക്കിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഇടുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടവരാണ്. ചിലർ പറയുന്നുണ്ട് ഈ സബ്സ്ക്രൈബേഴ്സിനെ പൈസ കൊടുത്തിട്ട് നമുക്ക് കിട്ടുമെന്ന്. അതെന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിലും അറിയില്ല. പിന്നെ ചിലർ ചോദിക്കുന്ന ചോദ്യം, നമുക്ക് എത്രയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന സാലറി, വരുമാനം, യൂട്യൂബ് ഇൻകം അല്ലേ? വെളിപ്പെടുത്താൻ പോവുകയാണ് ഗൈസ്, വെളിപ്പെടുത്താൻ പോവുകയാണത് അല്ലേ? അതെ, അത് രാധേച്ചിയാ പോയി. അപ്പോൾ എത്രയാണ് ഞങ്ങളുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്നാണ് ഞങ്ങള്. അതൊന്നും പറയണ്ട. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഈ റോഡ് സൈഡിൻ്റെ അവിടെ തന്നെ നിൽക്കണോണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ തന്നെ ആൾക്കാരൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്യണത്. അപ്പോൾ വരുമാനം ഞങ്ങൾ ഇത്രയും ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലരുടെ വിചാരം ലക്ഷങ്ങളാണ് ഞങ്ങൾ സമ്പാദിക്കുന്നതെന്നാണ് കേട്ടോ. ലക്ഷങ്ങൾ, കോടികൾ എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലർ ലക്ഷങ്ങൾ എന്നൊക്കെ പറയും കേട്ടോ, നല്ല പൈസ കിട്ടുന്നുണ്ടാവും അവർക്കൊക്കെ എന്നാണ് കേട്ടോ ചിലവരുടെ വിചാരം. എന്നാൽ ആ സത്യാവസ്ഥ ഞങ്ങൾ ഇന്ന് പുറത്ത് പറയുകയാണ്. അതെ ഗൈസ്, ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. മോണിറ്റൈസേഷൻ ആവാതെ ഒരിക്കലും നമുക്ക് സാലറി. അതെ, 4000 വാച്ചിങ് അവറാണ്. ഉറക്കെ പറ കുഞ്ഞാ. നീ പറയണത് തീരെ കേൾക്കില്ല. 4000 വാച്ചിങ് അവർ ആയാലാണ് ഇത്ര നമുക്ക് മോണിറ്റൈസേഷൻ ആവുക. അതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. 1000 സബ്സ്ക്രൈബേഴ്സും ഷോർട്സിൻ്റെ വ്യൂസ് എത്ര 10 മില്യനും ടോട്ടൽ. നമുക്കതൊന്നും അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ ഇടുമ്പോൾ നല്ല വ്യൂസ് കിട്ടണത്രേ. നമുക്ക് സാധാരണ വ്യൂസ് മാത്രമേ കിട്ടുന്നു. ആകെ മുടിയുടെ വീഡിയോയ്ക്ക് മാത്രമാണ് ഒരു വീഡിയോയിൽ 20,000 വ്യൂസിനപ്പുറം കിടന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വാച്ചിങ് അവർ ഇപ്പോൾ 2000-ൻ്റെ അടുത്താണ് ആവണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല, തളരുമില്ല. കാരണം ഈ മോണിറ്റൈസേഷൻ ആവാൻ കടന്ന് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പോസിബിൾ അല്ല. പഠിപ്പും കാര്യങ്ങളും കുട്ടിയെ നോക്കലും ഒക്കെ നടന്നിട്ട്, പിന്നെ വീതൊന്ന് വലുതായിട്ട് വേണം എനിക്ക് ജോബിനെ നോക്കാൻ. അങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ട് നടക്കുകയാണ്. യൂട്യൂബിൽ സൈഡിൽ കൂടെ കൊണ്ടുപോവുക, ജോലി നമുക്ക് വേണമല്ലോ. നമ്മുടെ വരുമാനം നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടില്ല. ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. ആയാൽ ഞങ്ങൾ നിങ്ങളിലൂടെ തന്നെ അറിയിക്കും കേട്ടോ. ആകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം നമ്മൾ തുടങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണ്ടേ അല്ലേ? ചിലവർക്കൊക്കെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടടക്കം മോണിറ്റൈസേഷൻ ആവേണ്ട ബേബിയെ. ഞാൻ ഇന്ന് കുറേ വീഡിയോസ് കണ്ടു. എത്ര സബ്സ്ക്രൈബേഴ്സിലോ നല്ല കാര്യം, വീഡിയോസിൽ വ്യൂസ് കിട്ടണം. ചിലർക്കൊന്നും അത്ര വ്യൂസ് ഒന്നുമില്ല. പക്ഷെ എങ്ങനെ അവരുടെ മോണിറ്റൈസേഷൻ ആയി, അവർക്ക് എങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നു, അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ചിലർ പറഞ്ഞു പൈസ കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും, അങ്ങനെ പറയുന്നുണ്ട്. കുറേ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും
പോയി നോക്കിയിട്ടില്ല. കാരണം അങ്ങനെ ഉള്ളത് പോസിബിൾ ആണോ, അങ്ങനെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ എല്ലാവർക്കും അപ്പോൾ ചെയ്യാൻ പറ്റില്ലേ? പൈസ കൊടുത്തിട്ടാണെങ്കിൽ എല്ലാവർക്കും അപ്പോൾ ചെയ്യാൻ പറ്റില്ലേ? ഇത് ചിരിക്കുക കറിയാ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് ഇത്രക്ക് അറിവേ ഉള്ളൂ. ഇതിൽ കൂടുതൽ അറിവൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. ആവുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും 10,000-ങ്ങളും 1000-ങ്ങളും അല്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കുന്നതായിരിക്കും അല്ലേ? കാരണം നിങ്ങൾ കാരണമാണ് അത് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളെന്തായാലും നിങ്ങളെ അറിയിക്കാതെ ഒരിക്കലും ഇരിക്കില്ല. സപ്പോർട്ട് ചെയ്യുക, സഹായിക്കണം. അതെ, സഹായിക്കണം. ലോങ് വീഡിയോസ് കണ്ടിട്ട് സഹായിക്കണം അല്ലേ? നിങ്ങൾക്ക് ഷോർട്സിനൊക്കെ അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട്. അത്രയൊക്കെ കിട്ടിപ്പോയാൽ മതി. ചിലരൊക്കെ യൂട്യൂബ് ഇപ്പോൾ തുടങ്ങണവരാവും. ഇപ്പോൾ തുടങ്ങണവരാണെങ്കിലും അവർക്ക് ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവുന്നുണ്ട്. അതിപ്പോൾ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ ഗൈസ്. ചിലർക്ക് വ്യൂസ് ഉണ്ടായിരിക്കാം, വളഞ്ഞ വഴി കൂടെ പോകുന്നവരും ഉണ്ടായിരിക്കും. നമ്മൾ വളഞ്ഞ വഴി സ്വീകരിച്ചിട്ടില്ല, നേർവഴിയിൽ കൂടെ പോകുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ലാഗാവുന്നത്. പിന്നെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക, ഒരു നാൾ വാതിൽ തുറക്കപ്പെടും എന്നല്ലേ. അപ്പോൾ ഇത് പറയാനായിട്ടാ അന്ന് ഞാൻ ബേബി എന്നെ പിടിച്ച് നിർത്തിയത്. കാരണം ഞാൻ എൻ്റെ ഫേസ് കാണിക്കുന്നില്ലല്ലോ. നമ്മുടെ 1 ലക്ഷമായ എൻ്റെ ഫേസ് റിവീൽ ചെയ്യാം. ഓക്കെ, മറ്റേ ഏതൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, ഹസ്ബൻഡിനെ കാണിക്കില്ല, ആള് നമ്മുടെ ട്രാഫിക്കിലാണ്, അപ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. അതുപോലെ ഞാൻ സസ്പെൻസായിട്ട് വരാം. നമ്മുടെ കല്യാണി, മൈവേ കല്യാണി അങ്ങനെ എന്തോ, അതിലാളുടെ ഹസ്ബൻഡ് അങ്ങനെയല്ലേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ യൂട്യൂബ് ഇൻകം റിവീൽ ചെയ്യുന്നൊരു. എൻ്റെ പേര് അറിയില്ല ആർക്കും, ആരും ചോദിച്ചിട്ടില്ലല്ലോ. എന്നെ ആർക്കും അറിയില്ലല്ലോ ബേബി. പറഞ്ഞോളൂ. ശരണ്യ ഉണ്ണിമോൾ. അപ്പോൾ ഗൈസ്, അതെ 12,000 സബ്സ്ക്രൈബേഴ്സായി. അതിൻ്റെ ഒരു സന്തോഷത്തിലെടുത്ത വീഡിയോ ആണ് കേട്ടത്. എന്നാലും ചെറിയൊരു ദുഃഖമുണ്ട് മോണിറ്റൈസേഷൻ ആവാത്തതുകൊണ്ട്. എന്നാലും അത്ര ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതെ, ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. വേദു ബായ് പറ. ഫ്ലൈ കിസ് കൊടുക്ക്. വേണ്ട